കൃഷ്ണ ഗുരുവരപ്പ കാത്തുരക്ഷിക്കണേ. ഉപ്പിട്ടല്ലേ? ഉപ്പിട്ടില്ലെന്ന് തോന്നണം. ഓക്കെ, ഉപ്പിട്ടല്ലേ? അവനോടുക്കാം. ഇഷാരേ, നിന്റെ ബുൾസൈ റെഡി ട്ടാ. നീ ഈടായിട്ട് ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് അല്ല. നീ ഈ ബുൾസൈ വെച്ചിട്ട് പോയാ മതി. എടാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കണ്ടില്ലേ, ഇത് ഗൗതം. പരസ്പര സ്നേഹം, ബഹുമാനം ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ. ആളൊരു ടെക്കിയാണ്. വെറും ടെക്കിയല്ല, ഒരു ഒന്നൊന്നര ടെക്കി. കഴിക്ക്. കൊള്ളാം. അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ എന്തിനാണ് ഈ ഫോർക്കൊക്കെ? എന്ത് പറ്റി? പെപ്പർ കൂടിയാന്നൊരു സംശയം. എന്തുകൂടിയാന്ന്? പെപ്പർ. ഹലോ, പറയൂ സാർ. അയ്യോ, വെയിലത്താണോ പോണേ? നിന്നെ പോലെ വെയിറ്റ് ചെയ്ത് പെൻസൊന്നും ഇല്ലേ? ഒരു ടൈ വെക്കണം. നോക്കിയാ ഓക്കെ അല്ലേ? ഓക്കെ, പീസ്. ബൈ ബൈ. ഇത് ഇഷാൻ. അത്യാഡംബര വാഹനത്തിലാണ് യാത്രയെങ്കിലും അതിന്റെ അഹങ്കാരമോ തലക്കനമോ ഒന്നുമില്ല. ആ എളിമ, താഴ്മ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എടിയേ, ദേവന്നടിയേ, ഇതെന്റെ കാറിന്റെ അത്രയും കളർ പോരാ. എടി, നമ്മുടെ ഈ വണ്ടിയുടെ അഴകൊന്നും ആ വണ്ടിക്കില്ല. ഞാനങ്ങനൊന്നും അല്ല. അതൊക്കെ അവിടെ വെച്ചാ മതി. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഞാനിതൊന്ന് നോക്കിക്കോട്ടോ. കട്ട തന്നെ. ഇതെവിടെ ഡോർ തൊട്ടാലേ ശബ്ദം വരും. കട്ടയാണല്ലേ? അയ്യോ സാർ, കട്ടയ്ക്ക് മുമ്പ് എത്ര കിട്ടും? എന്നുവെച്ചാ? അല്ല, എനിക്കൊരു 10 രൂപ ലോറി ഉണ്ട്. 25,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എല്ലാ ടയറും കട്ട് ചെയ്യണം. അതാ. ഇത് ബെൻസല്ലേ സാറേ? ഇതും ടയറല്ലേ? അതൊക്കെ പോട്ടെ. അതെ, നിങ്ങളൊന്ന് കയറി നോക്കി ഒന്ന് അനങ്ങി വാ. ഇങ്ങനെയല്ലേ എന്താ അമ്മീ കാട്ടുന്നത്? ഓ, നമ്മുടെ കാറ് പോലെയല്ല. ഇതിന്റെ കിടന്ന് ഉറങ്ങാൻ പോണം. കാലെടുത്ത് പോക്ക് വെച്ചേ. വല്ല കാര്യമുണ്ടോ എന്റെ ചെറുപ്പത്തിന്? ഇതാണ് തടി കൂടിയുള്ള കുഴപ്പം. കൊള്ളാം, എന്തായാലും ഇരിക്കാനൊക്കെ സുഖമുണ്ട്. മോക്ക് കൊടുക്കാന് മരുമോൻ കട്ട് ചെയ്തോളൂ. മോളാണല്ലേ? അതെ അതെ. ഇത് ഊരി കളഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് ലോല മാമച്ചൻ മാത്യു.
കൂട്ടുകാർ ലോല എന്ന് വിളിക്കും. കണ്ടല്ലോ, ക്ഷമ തീരെയില്ല. എവിടെ ഇടിച്ചു കയറും. നല്ല ആണത്തുള്ളൊരു പെൺകുട്ടി. താങ്ക് യു. അതെ, ശരിക്കും ഇന്ന് താനാണോ നേരത്തെ, ഞാനാണോ നേരത്തെ? എന്തായാലും ഞാനല്ല സാർ. ഓ, ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും നേരത്തെ എന്ന്. ആ പിന്നെ എന്നും ഇങ്ങനെ നേരത്തെ വന്നോണം. യെസ് ആ സാർ. ഒരു മിനിറ്റ്. ആ കുറെ നാളെ ഇത് പറയണമെന്ന് വിചാരിച്ചിരിക്കണം. സാർ കുറച്ചും കൂടി പ്രായം കുറഞ്ഞ പ്രേം നസീർ പോലെ തന്നെ ഇരിക്കും. അതേ ഫ്രെയിംലെസ് കണ്ണട, ആ നൈസ് താടി, പക്ഷെ ആ പിത്ത വയർ അത് കുറച്ച് കുറയ്ക്കണം. എന്നാ പിന്നെ ഞാൻ കുറച്ച് യോഗ പഠിക്കാം. എക്സലന്റ് സാർ. വാ നടക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അതെ, എല്ലാരും ഗുഡ് മോർണിംഗ് തരുമ്പോ നീ എന്റെ കൂടെ നടന്ന എല്ലാരും വിചാരിക്കും നിനക്കാ ഗുഡ് മോർണിംഗ് എന്ന്. എനിക്കാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. വൺ മോർ റിപ്പീറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. പൊക്കോ പൊക്കോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. സ്റ്റെഫി, സർ. ഒന്ന് എന്റെ സ്വന്തം ക്യാബിനിലേക്ക് വരൂ. യെസ് സർ. സോ സാഡ്. സ്റ്റെഫി കുട്ടി, ചെല്ല്. Hey Lola. What's up Lola കുട്ടി? ഡാ സൂര്യ വന്നിട്ടുണ്ട്. ആഹാ. ചെക്കൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഹിമാലയൊക്കെ പോയിട്ട്. ഒരു മിനിറ്റ്, അതിലേക്ക് IPA മിക്സ് ചെയ്യും. അതല്ല IPA. IPL. ഹലോ, സോറി ഇവിടെ പറഞ്ഞു. അല്ലടാ, അവനെ ഹിമാലയത്തിലൊക്കെ പോയിട്ട് എന്തോ കുന്തം മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ടേ. അല്ല, അപ്പൊ വൈകിട്ട് എന്താ പരിപാടി? ഓഹ്, ഞാൻ എവിടെയെങ്കിലും പോയാലാന്ന് ആലോചിക്കണായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു തലപൊളിയണ അസൈൻമെന്റും എന്റെ ബുദ്ധിക്കാണെങ്കിൽ തീർക്കാനും പറ്റാനുള്ളത്. ഇവിടെ മറ്റൊരു വൃത്തിയായിട്ട് MD ഇല്ലേ, തോമസ് പൊകലക്കാട്. ആ ബദൂരിയുടെ കഥ ഞാൻ ഇന്നാണ് അറിയണത്. ആ ഇയാൾക്ക് തൊടുപുഴ ടൗണിൽ പൊകലക്കച്ചവടം വരുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് പൊകലക്കാട് എന്ന പേര് വന്നത്. ഇയാള് അമേരിക്കയിൽ പണിയുള്ള ഒരു നേഴ്സിനെ കിട്ടി. ആ നേഴ്സാണെങ്കിൽ അമേരിക്കയിൽ തിരിച്ചു പോയപ്പോ ഒരു സായിപ്പിനെ കിട്ടി. ആ സായിപ്പിനാണെങ്കിൽ 19 വയസ്സെന്തോണ്ട്. ആ സായിപ്പാണെങ്കിൽ കുറച്ചാളെ കഴിയുമ്പോ തട്ടിയും പോയി. അപ്പൊ ആ സായിപ്പിന്റെ പേരിലുണ്ടായി IT കമ്പനി ഈ പെണ്ണുമ്പിള്ളിയുടെ പേരിലായി. ഈ ബദൂരിപ്പട പൊകലക്കാരൻ അങ്ങോട്ട് കെട്ടിയെടുക്കാതിരിക്കാനാണ് ഇവിടെ പെട്ടിക്കട പോലത്തെ ഒരു IT കമ്പനി തുടങ്ങിയത്. ഈ പെട്ടിക്കട കിടന്ന് പണിയെടുത്ത് ഞങ്ങളുടെ നടുവില്ലാണ്ടായി. പിന്നെ എന്ത് പറയാനാണ്. ആ സാറെന്താ ഇവിടെ? ഞാൻ എന്റെ അടിയന്തരത്തിന് വന്നതാ. അപ്പൊ എന്നെ കുറിച്ച് മോനെല്ലാം മനസ്സിലാക്കിയല്ലയോ? അപ്പൊ ഇനി മോൻ വേറെ ജോലി അന്വേഷിക്കായിരിക്കുമല്ലയോ? അറിയില്ല സാർ. 10 ആഴ്ച എത്ര രൂപ കിട്ടാണ്ടല്ലോ, അത് മേടിച്ചോണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലം വിട്ടോടാം. എടാ, ചോറ് തരുന്നവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന ഒരുപാട് ഐറ്റിക്കാരെ പുറത്ത് തെണ്ടി തിരിച്ച് നടപ്പുണ്ട്. ഞാൻ അവരെ ആരെങ്കിലും വെച്ചോളാം. കേട്ടോ? അവന്റെ കൂടും കുടിക്കും. താങ്ക് യു സാർ. പിന്നെ എന്റെ സ്വന്തം ക്യാബിനിലേക്ക് വരൂ.